ഇപ്പോൾ KPC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കാൽനൂറ്റാണ്ടായി നിയമസഭയിൽ അങ്ങ് സതീശനൊക്കെ ഒപ്പമുള്ളതാണ്. ഈ കേസ് നേരത്തെ സഭാതലത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലൊരു വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഗവൺമെൻറ് ഏതെല്ലാം രീതിയിൽ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനെയും എതിരെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് കള്ളക്കേസുകൾ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് നേരത്തെയുള്ള കാര്യമാണ്. ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ എടുത്ത കേസുകൾ പരിശോധിച്ചാൽ മതി. ഇത്തരം ഒരുപാട് കേസുകൾ അവർ കുറേ കേസ് അന്വേഷിക്കുന്നു, അത് കഴിഞ്ഞിട്ട് CBIക്ക് വിടുന്നു. ഇതൊക്കെ കൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം തകർക്കാമെന്നൊന്നും LDF വ്യാമോഹിക്കേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രി വ്യാമോഹിക്കേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുത്ത പദ്ധതിയാണ്, മറ്റൊരു പദ്ധതിയല്ല. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്താൽ നമുക്കറിയാം, വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ, പ്രയാസങ്ങൾ എല്ലാവരും സഹകരിച്ചു നിന്നാണ്. അവിടെ ഇത്രയും വലിയൊരു കാരുണ്യ പ്രവർത്തനം നടത്തിയിട്ട് അതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളത് മനസ്സിലാക്കും. ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റുകൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമാവും ഇനിയുള്ള കാര്യത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.